ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം, ഒരു CPIM പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനെ പോലെ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയും അതിൻ്റെ സർക്കാരും ഈ എക്സസൈസുകൾ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ അപ്പുറത്തേക്ക് DMK നോക്ക്, അവരും ഒരു ആൻറ്റി സംഘ് പാർട്ടിയും ഒരു സർക്കാരുമാണ്. നിങ്ങൾ TMC നോക്ക്, തൃണമൂൽ കോൺഗ്രസ്, അവരൊരു ആൻറ്റി സംഘ് പാർട്ടിയും ഒരു സർക്കാരുമാണ്. അവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇത്. അവർ ഈ പറഞ്ഞ ഒരു മെജോറിറ്റി കൺസോൾട്ടേഷൻ പ്ലാനും പരിപാടിയും, അപ്പുറത്ത് ക്രിസ്ത്യാനികളുടെ സംഗമം, ഇപ്പുറത്ത് ഹിന്ദുക്കളുടെ, അതെന്താ അവർക്ക് നടത്തേണ്ടി വരാത്തത്? അവർ ഇലക്ഷനിലേക്ക് പോകാൻ പോലെ അതെന്താ വേണ്ടാത്തതാണ്? നമുക്ക് മാത്രം, നമ്മുടെ സർക്കാരിന്, നമ്മുടെ ഇവിടെയുള്ള CPM മാത്രം പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ കോൺഫിഡൻസ് എന്താ അറിയുമോ തന്നെ, ഞങ്ങൾ നിൽക്കുന്നത് ഒരു സെക്കുലർ പൊസിഷനിലാണ്. ആ സെക്കുലർ പൊസിഷനിൽ ഞങ്ങൾക്ക് ഇടിവൊന്നും പറ്റിയിട്ടില്ല എന്ന കോൺഫിഡൻസ് അവർക്കുണ്ട്. ഈ കോൺഫിഡൻസ് പോകുമ്പോഴാണ് വളഞ്ഞ വഴികൾ സ്വീകരിക്കാൻ തോന്നുന്നത്. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? അവർ ഫൈറ്റിലാണ്. ആരുമായിട്ടാണ്? സംഘമായിട്ടുള്ള ഫൈറ്റിലാണ്. അത് അകത്തും പുറത്തും. അകത്ത് സംഘ് വളരുന്നതിനെ അവർ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും പോലീസിനെയും നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് തടയുകയും, പൊളിറ്റിക്കലി തടയുന്നുണ്ട്, നിയമപരമായി തടയുന്നുണ്ട്, ഭരണത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നുണ്ട്. സംഘിൻ്റെ ഇൻഫിൽട്രേഷൻ അത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇനിയിപ്പം അരി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, വെറുപ്പ്, കലാപം പോലുള്ള ആശയങ്ങളോട് വൻ ഫൈറ്റിലാണുള്ളത്. അത് അവരുടെ പോലീസിനെ ഉപയോഗിക്കുന്നു, അവരുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുന്നു, അവരുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിക്കുന്നു. DMK നോക്കുമ്പോൾ ആൾക്കാർ കാണുന്നതാണ്, DMKയിൽ വിശ്വസിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘിൻ്റെ നിരന്തര ഇരകളായിട്ടുള്ള ദലിതുകൾ, അവർണരായിട്ടുള്ള മനുഷ്യർ, ഇവർ DMK നോക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്താണ്? ഇവരിപ്പോൾ ഇനി അഴിമതി ആരോപണം സ്റ്റാലിനെതിരെ ഉണ്ടെങ്കിലും മറ്റതിൽ പൊക്കെയാണ്. അതുകൊണ്ടാണ് കോൺഫിഡൻസ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വിശാല ഹിന്ദു സംഘമൊന്നും സംഘടിപ്പിക്കേണ്ട, ഇപ്പോൾ ഈ BJPക്കാരുടെ സ്റ്റൈൽ സംഗതിയിൽ എടുക്കേണ്ടി വരാത്തതിൻ്റെ കോൺഫിഡൻസ് അതാണ്. ഇവിടെ നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? നിൽക്കേണ്ട പ്രതലത്തിൽ നിന്നുള്ള കളിയല്ല കളിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ നോക്കൂ, ഒരു മുസ്ലിം മൈനോറിറ്റിക്കിടയിൽ വിശ്വാസനഷ്ടം ഉണ്ടായിട്ടൊന്നും CPM വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വേറൊരു കൺസൾട്ടേഷൻ ആലോചിക്കണം. എന്തുകൊണ്ടാണ് വിശ്വാസനഷ്ടം ഉണ്ടായത്? വിശ്വാസനഷ്ടം ഉണ്ടാകുന്നതിന് കാരണം RSSൻ്റെ ഈ പറയുന്ന അധിനിവേശത്തോട് നിങ്ങളുടെ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനം മുസ്ലിം മൈനോറിറ്റിക്കുണ്ട്. അവർ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നം ഉന്നയിക്കുന്നു. നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ RSSനെ തടയുന്നുണ്ടോ? നിങ്ങൾ വെറുപ്പിനെയും വിദ്വേഷക്കാരെയും തടയുന്നുണ്ടോ? നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. അത് ഘട്ടം ഘട്ടമായി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പുകൾ നിരന്തരമായി തോക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാൻ ചോദിച്ചു? മറ്റേ കൺസൾട്ടേഷൻ ഉണ്ടാക്കാം. അങ്ങനെയല്ലോ ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ആ പ്രശ്നം എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ഞങ്ങളുടെ ഭരണാധികാരത്തെ ഞങ്ങൾ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആണോ? അതല്ലേ പരിഹരിക്കേണ്ടത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSSൻ്റെ നേതാക്കളെ കണ്ടു, അതൊരു പ്രശ്നമായിട്ട് കേരളത്തിന് തോന്നുന്നുണ്ടെങ്കിൽ, കേരളം ഒരു മതനിരപേക്ഷ നാടാണ്. ഇന്ത്യയിലെ തന്നെ ഹിന്ദുത്വയുടെ തേരോട്ടത്തിൻ്റെ ബദലായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളല്ലേ, നമ്മുടെത്തെ പൗരന്മാർ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭരണകൂടമാണ് ഈ ഭരണകൂടം. അപ്പോൾ ആ ഭരണകൂടം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സർക്കാരിനകത്ത് RSSൻ്റെ ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു എന്ന് ജനത്തിന് സംശയം ഉണ്ടെങ്കിൽ അയാളെ എടുത്ത് കളയലേ വേണ്ട. അയാളെ പൊതിഞ്ഞ് പിടിച്ചിട്ട് ഇവരെ വെറുപ്പിക്കുക, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും അപ്പുറത്ത് സംഗമങ്ങൾ നടത്തുക. നിങ്ങളിപ്പോൾ ന്യൂനപക്ഷ സംഗമം നടത്തുന്നു, എനിക്ക് അതിൻ്റെ ഒരു ഡിസൈൻ എന്താണെന്ന് അറിയില്ല. അതായത് മുസ്ലിം മൈനോറിറ്റിയെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? സംഗമം നടത്തിയാൽ ഇപ്പം മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന ഈ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസിൽ അവർക്ക് ഓക്കെ ആവുന്നതാണോ? സംഗമം നടത്തിയാലോ, ഇനിയിപ്പോൾ കുറച്ച് RSSകാരെ പോലീസ് കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നതാണോ? അവരുടെ പ്രശ്നം വളരെ പൊളിറ്റിക്കലാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഈ മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദലിതുകളെ സംബന്ധിച്ച് അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമുണ്ട്. ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലേക്ക് അടക്കം അതിൻ്റെ കടന്നുവരവിനെ തടയാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു ചോദിക്കുമ്പോൾ ഒരു സംഗമം എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ പണി നോക്കാൻ പറയും. അതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ ഈ സംഗമം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു പരിധിയുണ്ട്. കാരണം അവരുടെ പ്രശ്നം പൊളിറ്റിക്കലാണ്. അത് സംഗമത്തിൽ വിളിച്ച് ചിക്കൻ ബിരിയാണി കൊടുത്ത് തീർക്കാൻ കഴിയുന്ന ഗവൺമെൻറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആന മണ്ടത്തമായിരിക്കും. അതുകൊണ്ട് അത്തരം പൊടിക്കൈകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത് എന്ന് ഈ സർക്കാർ മനസ്സിലാക്കട്ടെ. ഞാൻ വീണ്ടും പറഞ്ഞത്, നിങ്ങളെ ജനം കാണുന്നത് നിങ്ങളൊരു സെക്കുലർ ഡെമോക്രാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് പാർട്ടി എന്ന നിലയ്ക്കാണ്, ഒരു മുന്നണി നിലയ്ക്കാണ്. ആ പണിയെടുക്കുക, വൃത്തിക്ക് ആ പണിയെടുത്താൽ എല്ലാവരോടും എടുക്കണം. എല്ലാവരോടും ആ സമീപനം എടുത്ത് നിങ്ങൾ പ്രോപ്പറായിരുന്ന ജനം നിങ്ങളെ വിശ്വസിക്കും. നിങ്ങൾ വേറെ ഒന്നിനും പോകേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ അതിന് ഇപ്പോഴും മാർക്കറ്റുണ്ടെന്ന്. കേരളത്തിലെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആ മതനിരപേക്ഷതയൊക്കെ കാത്തു നിൽക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ ഉറപ്പൊക്കെ ആയിരിക്കണം. അതിനിടയിലുള്ള മറ്റവർക്ക് കയറാൻ നിങ്ങൾ ഇടം വെച്ച് കൊടുത്താൽ അവർ കയറി കഴിഞ്ഞാൽ അടി ഇളകി കഴിഞ്ഞാൽ പിന്നെ പല കളിയും കളിക്കേണ്ടി വരും. അടി ഇളകാതിരിക്കാൻ നോക്കണം. വെള്ളാപ്പള്ളി നടേശൻ വൃത്തിയോട് പറയുമ്പോൾ പറയരുത് മിസ്റ്റർ നടേശൻ എന്ന് പറയാൻ ശ്രമിക്കണം. അത് വേറെ ആരെങ്കിലും പറഞ്ഞാലും തടയണം. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ വെറുപ്പ് നടത്തുമ്പോൾ ആ പണികൾ നടക്കത്തില്ല എന്ന് പോലീസിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റണം. അത് പറ്റാതെ മൊത്തം കുളമായി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ വിനാശം അനുഭവിക്കാൻ പോകുന്നത് അടുത്ത തലമുറയായിരിക്കും. പിണറായി വിജയന് അടുത്ത തവണ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. CPMന് അടുത്ത തവണ അധികാരം തുടരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ CPM ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ലോ. ഇനിയും ഭരിക്കണ്ടേ? ഇനി ഒരുപാട് യുവ നേതാക്കൾ ഇനിയും ഭരണത്തിൻ്റെ ഭാഗമാണെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തില്ലേ? അവർക്കുള്ള സ്ഥലം ബാക്കിയിട്ടേക്കണമെന്ന് ഞാൻ പറയുന്നത്.